ഇപ്പം നമുക്ക് ഒരു പഴംപൊരി പോലെ ഇന്ന് ചക്ക ആണ് ഞാൻ പൊരിക്കാൻ പോണത്. പഴുത്ത ചക്കയാണ് പൊരിച്ചെടുക്കാൻ പോണത്. സാധാരണ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് പഴുത്ത ചക്ക പൊരിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത് പഴുത്ത ചക്കയാണ്. അധികം പഴുത്ത് പോകരുത്. അതേമാതിരി പഴഞ്ചക്ക എന്ന് പറയും, അതെടുക്കരുത്. വരിക്കച്ചക്കയാണിത്. വരിക്കച്ചക്ക പഴുത്ത വരിക്കച്ചക്കയാണ്. അലിഞ്ഞ് പോവും ചെയ്യരുത്, അയച്ചിട്ട് പഴുക്കാതെ നിൽക്കുകയും ചെയ്യരുത്. അപ്പം നമ്മൾ നേന്ത്രപ്പഴമൊക്കെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള പഴുപ്പ് അധികം അലിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. കുറേ പാകം പഴുപ്പ് പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ചക്കക്കും വേണ്ടത്. അപ്പോൾ ഞാൻ ഈർന്നെടുത്തതാണിത്. അതിലേക്ക് ഉപ്പ് എടുത്തിട്ടുണ്ട്, മൈദപ്പൊടി, അരിപ്പൊടി, പഞ്ചസാര ഒരു നുള്ളു മതി കേട്ടോ, കാരണം ചക്കയിൽ നല്ല മധുരമുണ്ട്. പിന്നെ ഏലക്കായ്പ്പൊടി, പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇത് 2 ടീസ്പൂണാണ്. അതേപോലെ 2 ടീസ്പൂണാണ് അരിപ്പൊടി. പഞ്ചസാര 1 ടീസ്പൂൺ, കറക്റ്റായിട്ടൊരു ടീസ്പൂൺ പോലും ഇല്ല, അപ്പം അത്ര മതി പഞ്ചസാര. അതേപോലെ ഏലക്കായ്പ്പൊടി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായതിന് ശേഷം ഇത് ഓരോന്നും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ചക്കയും ഇതിലേക്ക് ഈ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. മാവിൽ ഇങ്ങനെ നമ്മൾ പഴംപൊരി പൊരിക്കണ പോലെ തന്നെ മുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് റെഡി ആവട്ടെ. ചക്കയാണല്ലോ, അധികം വേവാനൊന്നുമില്ല, നല്ല കട്ടില്ലാത്ത ചക്കയാണ്. നല്ല വാസന വരുന്നുണ്ട്. പഴുത്ത ചക്ക പൊരിച്ചാൽ നല്ല വാസന ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഏതായാലും കംപ്ലീറ്റും പൊരിച്ചെടുത്ത് വരാം. ഞാനേ ചക്ക ഈണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ല, അതാ ഈളാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ, ഒരു ചക്കൻ്റെ പകുതി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പൊരിക്കണ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ചക്ക 2 ആക്കിയിട്ട് ഈൾന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ 2 പൊരിച്ചതും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ നമ്മൾ മുട്ട അതേപോലെ അപ്പസോഡ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണത്തെ പോലെ ഉള്ള മാവാണ് കൂട്ടിയിട്ടുള്ളത്. വലിയ ചുളാവുമ്പോൾ നമുക്ക് എണ്ണയ്ക്ക് ഇടാനും നല്ല എളുപ്പം സുഖമുണ്ട്. ചെറുത് ഇടണേക്കാട്ടിയും അതേപോലെ പൊരിച്ച് കഴിയുമ്പോഴും നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.